ആര്യം ബ്രോ ബിഗ് ഫാൻ. എനിക്ക് ബ്രോയുടെ കാണാൻ ബിഗ് ആഗ്രഹമാണ് ബ്രോ. ഓ കറിയണ ജാതി ആരാധകരെ കണ്ട എന്റെ ഫേക്ക് അക്കൗണ്ട് അല്ലടാ, സത്യം പറ. അനുടെ പിയാറ. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ. എടാ നിന്നെ എന്നെയും ബ്ലോക്ക് ചെയ്യും കേട്ടാ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. സൂക്ഷിക്കണേ. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. ഇപ്പൊ ശശി തരൂരും മറ്റേ വലിയ വലിയ മിനിസ്റ്റേഴ്സെക്കാട്ടെ വലുതാണ് ഇപ്പൊ അനുമോള്. ഞാൻ വിളിക്കാൻ നോക്കി അനുമോളിനെ. അനുമോള് ഫോൺ കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ പല സ്റ്റോറി ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് പല ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി ഉണ്ടായേക്കാം ഞാൻ മൂലം. കാരണം മറ്റ് PR ആർമികളിൽ നിന്നൊക്കെ. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? നീ കയറിയേക്കോ. ഞാനാക്കണ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു. അത് എനിക്ക് അതിൽ സങ്കടമുണ്ട്. ഇനിയിപ്പോ ഞാൻ നിങ്ങളെടുത്ത് അതിന് വേണമെങ്കിൽ ക്ഷമ ചോദിക്കാം. എന്നെ സപ്പോർട്ട് ചെയ്തവരാണല്ലോ, അത് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവുക. എല്ലാവർക്കും ഇല്ല, പലർക്കും. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു PR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ വർക്കുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക. പബ്ലിക് റിലേഷൻ ആണല്ലോ. തന്നെ ഞാൻ 10 പറയണോന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അപ്പോ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷെ എപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് മറ്റാൾക്കാർ, അതായത് മറ്റ് കണ്ടസ്റ്റൻസിനെ കരിവാരിത്തേക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നാറിയ കളി കളിക്കാൻ സ്വന്തം കണ്ടസ്റ്റൻസിന്റെ നല്ലത് പറയാനില്ലാണ്ടാവുന്ന അവസ്ഥയിലാണ് മറ്റ് കണ്ടസ്റ്റൻസിനെ കരിവാരിത്തേക്കാൻ വരുന്നൊരവസ്ഥ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോട്ടയം സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.